ഇന്നലെ ഗണേശ ചതുർത്ഥിയായിട്ട് ആ ബ്ലോക്കിന്റെ ഇടയിൽ കടന്നിട്ട് 8:45 8:55 വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ ഈ 9 മണിക്കുള്ള സിനിമയ്ക്ക് വേണ്ടിയിട്ട്. പച്ചവെള്ളം പോലും പ്രതീക്ഷിക്കാണ്ട് കയറിപ്പോയിട്ട് 5 വെറൈറ്റി ആയിട്ടുള്ള ചിക്കനുള്ള ഒരു ഫുൾ കുഴിമന്തി കഴിച്ച ഫീലായിരുന്നു ഈ പടം കണ്ടു കഴിഞ്ഞിറങ്ങുമ്പോൾ. അതേപോലെ സിനിമ കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ വണ്ടി എവിടെ കിടക്കുന്നുണ്ട്, എത്രയും പെട്ടെന്ന് വീട്ടിലെത്താം എന്നായിരിക്കും സാധാരണ നമ്മളൊക്കെ ഡിസ്കസ് ചെയ്യുക. പക്ഷേ ഇന്നലെ ഞാൻ മാത്രമല്ല, ആ സിനിമ കണ്ടിറങ്ങിക്കഴിഞ്ഞാൽ അത്ര ആൾക്കാർ ഡിസ്കസ് ചെയ്തിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പടത്തിന്റെ ഗ്രാവിറ്റിയും അതേപോലെ തന്നെ അതിന്റെ നെക്സ്റ്റ് പാർട്ടുകളും അതിന്റെ മേക്കിംഗ്, കളർ ഗ്രേഡിങ്, സ്റ്റോറി, സ്ക്രീൻ പ്ലേ എല്ലാം ഒന്നിനൊന്ന് മെച്ചം. അമേരിക്കക്കാർക്ക് മാത്രമല്ലടാ സൂപ്പർ ഹീറോസ് ഉള്ളത്, കേരളത്തിൽ അതിനേക്കാളും ഡെപ്തും ഗ്രാവിറ്റിയും സ്റ്റോറിയുള്ള സൂപ്പർ ഹീറോസ് ഉണ്ട് എന്നുള്ളതിനൊരു തുടക്കമാണ് ഈ സിനിമ. ഇപ്പോൾ 4 ദിവസം മുമ്പാണ് അതിന്റെ ട്രെയിലർ റിലീസായത്. ഒരു തരത്തിലുള്ള ഹൈപ്പോ പ്രൊമോഷനോ കാര്യങ്ങളോ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. പക്ഷെ മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യത്തെ ഓണം തൂക്കുന്നത് ലോകയായിരിക്കുന്നു. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതുപോലത്തെ ഒരു സിനിമയുടെ സ്റ്റോറിക്കും സ്ക്രീൻ പ്ലേനും ഡയറക്ഷനും അതേപോലെ തന്നെ പ്രൊഡക്ഷനും ഈ പടത്തിന്റെ എല്ലാ മൂലയിലും കൂട്ടുനിന്ന എല്ലാ പ്രവർത്തകർക്കും വലിയൊരു ഹാറ്റ്സ് ഓഫ്. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്കൊരു വിശ്വാസം ഉണ്ടാവില്ലേ, ഇത് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ റിസൾട്ട് ഇങ്ങനെയായിരിക്കും, നമുക്കൊരു വിഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്കൊരു ആലോചന ഉണ്ടാവും ഇതിന്റെ അവസാനം നമ്മുടെ റിസൾട്ട് ഇങ്ങനെയായിരിക്കുന്നു. നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ള റിസൾട്ടിനേക്കാളും ഒരുപാട് പടി മുകളിലാണ് നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്ന സാധനം. താങ്ക് യു വെരി മച്ച് ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ് തന്നതിന് ദുൽഖർ സൽമാൻ. ഞാൻ ഈ പറഞ്ഞതെല്ലാം എന്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായങ്ങളാണ് കേട്ടോ. ആളുകളുടെ തിങ്കിങ് ലെവലും ഇമാജിനേഷനും അതുപോലെ തന്നെ ഈ സിനിമ കാണുന്ന ഗ്രാവിറ്റിയും അനുസരിച്ച് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ പല പല മാറ്റങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യും. പക്ഷെ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും മലയാളത്തിൽ ഞാൻ പറഞ്ഞ പോലെ ഈ പടം ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും പല കാര്യങ്ങളിലും. ഒരുപാട് ടെക്നിക്കൽ ആസ്പെക്ട്സും കാര്യങ്ങളും ഒന്നും ഞാൻ ഇവിടെ എടുത്ത് വിശദീകരിക്കുന്നില്ല. പക്ഷെ നിങ്ങളെല്ലാവരും ഒരു വട്ടമെങ്കിലും ഈ പടം ഒന്ന് പോയി കാണുക. മസ്റ്റ് വാച്ച് ആയിട്ടാണ്.